ടോക്കിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് കാസർഗോഡിന്റെ വസ്ത്രസങ്കല്പ ലോകത്തിലേക്ക് മാറ്റത്തിന്റെ പുതിയ കാൽവെപ്പുമായി കടന്നു വന്ന സപ്രുവിന്റെ ലബൂസ് ആണ്. ഒരിക്കൽ കൂടി ടൗൺ ടോപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. കാസർഗോഡിന്റെ മാർക്കറ്റിൽ 18 വർഷത്തെ എക്സ്പീരിയൻസ്, വസ്ത്ര വ്യാപാര മേഖലയിൽ തന്റേതായിട്ടുള്ള കഴിവുകൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന സപ്രുവിന്റെ കസ്റ്റമേഴ്സ് ഇവിടെ നിന്നും പോകുന്നത് പരിപൂർണ തൃപ്തിയോടെയായിരിക്കും. കാസർഗോഡിന്റെ വസ്ത്ര സാങ്കല്പിക മേഖലയിൽ സപ്രുവിന്റെ കയ്യൊപ്പ് ചില്ലറയൊന്നുമല്ല. ഒരുപാട് മാറ്റങ്ങളാണ് സപ്രു കാസർഗോഡിന്റെ വസ്ത്ര മേഖലയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഏതൊരാളുടെയും ആദ്യനാമം ചിലപ്പോൾ സപ്രുവിൻ്റെതായിരിക്കാം. ഒരു സ്ഥാപനം ഒരു വ്യക്തിയുടെ പേരിൽ ഫോക്കസ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിനെന്തോ ഒരു പ്രത്യേകതയുണ്ട്. നമുക്ക് പരിചയപ്പെടാം സപ്രുവിനെയും സപ്രുവിന്റെ ലബൂസിനെയും. ഒരു സ്ഥാപനം ഒരു വ്യക്തിയുടെ പേരിൽ ഫോക്കസ് ചെയ്യപ്പെടുക എന്നുള്ളത് തന്നെ ഒരു വലിയ പ്രത്യേകതയാണ്. ഞാൻ ആ വ്യക്തിയിലോട്ട് കടക്കാൻ വേണ്ടി പോവുകയാണ്. ഒപ്പം ഒരു ചെറിയ പരിചയപ്പെടൽ. സുഖം ഏതാണ് നമുക്കിന്ന് പരിചയപ്പെടുത്തുന്ന? ഓക്കെ, റൈറ്റ്. നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു ഡിസൈനാണ്. ആക്ച്വലി ഇത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അത്യാവശ്യം നല്ല ഒരു ഡിസൈൻ തന്നെയാണ്. അപ്പം ഇതിന്റെ ക്വാളിറ്റി, ഇതിന്റെ പ്രത്യേകതകൾ നമുക്ക് സപ്രുവിനോട് ചോദിച്ച് അറിയാം. എന്താണ് സപ്രു ആക്ച്വലി ഇതിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്? ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഡീംപോൾ ഫാബ്രിക്സ് ആണ്. ആക്ച്വലി ഒരു സ്ട്രക്ചർ ഉണ്ട്, ഫുൾ സ്ട്രക്ചർ ആണ്. ടോട്ടലി ഏത് ആൾക്കാർ ഇട്ട് കഴിഞ്ഞാലും നല്ല ഫിറ്റിംഗ്സ് ആയിരിക്കും. ഒരു സ്വാഭാവിക ഒരു ഫിറ്റിംഗ്സ് ഉണ്ടാവും. അപ്പം എങ്ങനെയാണ് മാർക്കറ്റിൽ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത്? അതായത് ഒരു ട്രെൻഡായിട്ട് പോകുന്നുണ്ടോ? ട്രെൻഡാണ് ഇമ്പോർട്ട് ഐറ്റംസ് ആണ് കൂടുതലും ട്രെൻഡ്. ലാബൂസ് മാത്രം സ്പെഷ്യൽ ആയിട്ട് ഇറക്കും. ഓക്കെ, ലാബൂസ് മാത്രം സ്പെഷ്യൽ ആയിട്ട് ഇറക്കുന്ന ഒരു ഷർട്ടാണിത്. ഒപ്പം വിശദമായി പറഞ്ഞാൽ ഒരു സ്ട്രക്ചർ അല്ലെ, സ്ട്രക്ചർ തന്നെയാണ്. അത് നമ്മൾ ഇട്ടിട്ടാകുമ്പോൾ അതിന് അത്രത്തോളം കംഫർട്ടബിൾ ആയിരിക്കും. കാരണം നമുക്ക് ഫിറ്റായിട്ട് നൽകുന്ന ഒരു ഷർട്ടാണ്. ഗുഡ്. ലബൂസിന്റെ ഷർട്ടിനെ കുറിച്ച് നമ്മൾ വിശദമായി പരിചയപ്പെട്ടു. ഇനി പാൻസിലോട്ട് കിടക്കാം. സിമ്പിൾ ഒരു ഓക്കെ ഞാൻ പറയാം. ഒരു ചെറിയൊരു പാൻ്റാണ്. ഒപ്പം അത്യാവശ്യം നല്ലൊരു എന്താ പറയുക പുതിയ ട്രെൻഡിനെത്തിയിട്ടുള്ള ഒരു ഡിസൈനാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. എങ്ങനെയാണ് സപ്രു ഇതിന്റെ കോസ്റ്റ് വരുന്നുള്ളത്? ഇതൊക്കെ വളരെ മിതമായ റേറ്റ് ആണ്. ചെറിയൊരു കോസ്റ്റിലാണ്. അത്യാവശ്യം ഫിറ്റിംഗ്സ് ആണ്. ഫിറ്റാണ്. ഇപ്പൊ ട്രെൻഡിയുടെ ആംഗിൾ ഫിറ്റാണ്. കൂടുതൽ ലെങ്ത് വരില്ല. കറക്റ്റ് ആയിരിക്കും. കറക്റ്റ് ഫിറ്റ് ആയിരിക്കും. ലോ ലിഫ്റ്റ്. അതുകൊണ്ട് ഫുള്ള് വാഷബിൾ ജീൻസ് ആണ് കൊണ്ട് വാഷബിൾ ആണ്. നല്ല ക്വാളിറ്റി ആയിരിക്കും. ഓക്കെ ഗുഡ്. മാർക്കറ്റിൽ അത്യാവശ്യം നല്ല മൂവ്മെന്റ് ഉള്ള ഒരു സംഭവം തന്നെയാണ്. കോസ്റ്റിന്റെ കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. കാരണം ഇത്തരത്തിലുള്ള ട്രെൻഡി ആയിട്ട് വരുന്ന പാൻസിനൊക്കെ നല്ല കോസ്റ്റ് വരുമ്പോൾ വളരെ ക്വാളിറ്റി അല്ലെ, ക്വാളിറ്റിയിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ നല്ല ഒരു പാൻസ് തന്നെ മാർക്കറ്റിലേക്ക് എത്തിക്കുന്നത് ഒരു നല്ല ഒരു പ്രത്യേകതയുള്ള ഒരു കാര്യം തന്നെയാണ്. ലബൂസ് ഗ്രൂംസ് ബോട്ടിക് എടുത്തു പറയേണ്ടത് വെഡ്ഡിങ് തന്നെയാണ്. കാരണം വെഡ്ഡിങ്ങിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ലബൂസ് തയ്യാറാവില്ല. കാരണം ഞാൻ ആദ്യം പറഞ്ഞ ഒരു കാര്യമാണ് സപ്രുവിന്റെ എക്സ്പീരിയൻസ്. അത് വെഡ്ഡിങ്ങിൽ തന്നെയാണ്. വെഡ്ഡിങ്ങുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, കുറച്ച് മെറ്റീരിയൽസ് പരിചയപ്പെടാം. കാരണം നമ്മൾ ഈ ജോധ്പൂരി, അതുപോലെ തന്നെ സ്യൂട്ട്, അതുപോലെ തന്നെ ഷെർവാണി, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന കുറച്ച് മെറ്റീരിയൽസുകളാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള മെറ്റീരിയൽസുകൾ. വാഷബിൾ ആണ്. ഇത് വാഷബിൾ ആണ്, ഒരു പ്രോബ്ലം ഇല്ല. ആക്ച്വലി ഇതൊരു അട്രാക്ഷൻ ഉണ്ട്, അത്യാവശ്യം കാണാനല്ല ഷെർവാണിക്കൊക്കെ ഉപയോഗിക്കുന്നത്. ഓക്കെ, എന്തായാലും ഈ ഒരു മേഖലയിൽ സപ്രുവിന് നല്ല പരിചയമുണ്ട്. അതുകൊണ്ട് തന്നെ സപ്രുവിന്റെ ഒരു എന്താണ് സപ്രു ആക്ച്വലി വെഡ്ഡിങ്ങിലുള്ള കാസർഗോഡുകാരുടെ റെസ്പോൺസ്? കൂടുതലായിട്ടും നിക്കാഹിന്റെ ഐറ്റംസുകൾ, അതുപോലെ തന്നെ സൂട്ട്, ഷെർവാനി, മെഹന്തി ഐറ്റംസ്. ഡ്രസ്സിന് പറഞ്ഞു കഴിഞ്ഞാൽ കാസർഗോഡ് ഏകദേശം ഏറ്റവും അലിയിരുന്ന ഡ്രസ്സാണ്. ഒരു വെഡിങ് സ്കൂളുകൾ, ഷെർവാനി, സൂട്ട്, ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ എല്ലാവരും പതിയാവുള്ള മനസ്സിലാദ്യം വരിക.
അപ്പൊ അതിന്റെ എല്ലാ ഷൂട്ടിനും ഷെർവാനിക്ക് ആവശ്യമായ കംപ്ലീറ്റ് മെറ്റീരിയൽസുകൾ, ഡിസൈനിങ്, ടൈലറിങ്, എല്ലാ സിസ്റ്റമാറ്റിക്കും എല്ലാം ഇവിടെ എല്ലാം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. അത് സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ. കുട്ടികൾക്ക് ആയാലും സ്റ്റൈലുകൾ അനുസരിച്ചിട്ടുള്ള കംപ്ലീറ്റ് മെറ്റീരിയൽസ്. അതൊരു പ്രത്യേകത തന്നെയാണ് ലബൂസിന്റെ. എടുത്തു പറയേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, വെഡ്ഡിങ്ങിന്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസിന് ലബൂസ് തയ്യാറാവുന്നില്ല. കാരണം അത് ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്, എക്സ്പീരിയൻസ്, 18 വർഷത്തെ എക്സ്പീരിയൻസ്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് വെഡ്ഡിങ് തന്നെയാണ്. റംസാന്റെ പരിശുദ്ധിയിൽ കാസർഗോഡിന്റെ മാർക്കറ്റിലേക്ക് ഒരു കിട്ടലൻ ഐറ്റമുമായിട്ടാണ് ലബൂസ് വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, സാം എന്ന പേരുള്ള ഒരു കിട്ടലൻ തൊപ്പി. ഒരു കാര്യം ആദ്യമേ പറയാം, കാരണം ഈ തൊപ്പി ഈ മാർക്കറ്റിലേക്ക് ഇറങ്ങിയിട്ട് ഏകദേശം 1-2 ദിവസം ആവുമ്പോൾ തന്നെ സ്റ്റോക്ക് തീരുകയുണ്ടായി. അത്രയ്ക്കും ട്രെൻഡായിട്ടുള്ള ഒരു തൊപ്പിയാണ്. ആക്ച്വലി നിങ്ങൾക്ക് അത് കാണാൻ വേണ്ടി സാധിക്കും. വളരെ കിഡിലനായിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. ഞാൻ ഈ ജെൻസ് ഫീൽഡിൽ ഏകദേശം 18 വർഷത്തോളമായി. എൻ്റെ അടുത്ത് വന്ന കസ്റ്റമർ ഒരു സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ ഇതുവരെ കസ്റ്റമറെ വിട്ടില്ല. അവർക്ക് വേണ്ട ഡിസൈൻസ്, അവർക്ക് വേണ്ട ഫിറ്റിങ്സ്, മെറ്റീരിയൽസ് എന്താ വേണ്ട അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളതാണ് ഞാൻ ഇവരെ കൊടുത്തിട്ട് ഉള്ളത്. എൻ്റെ ഷോപ്പ് നിയർ സുൽസൺ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കാസർഗോഡ്. എനിക്ക് നിങ്ങളോട് പ്രത്യേകം പറയാനുള്ളത്, എൻ്റെ അടുത്ത് വാ, ഞാൻ തലയിക്കും. ഷുവർ. ലബൂസിനെ കുറിച്ച് നമ്മൾ ഒരുപാട് പരിചയപ്പെട്ടു. കാരണം ഞാൻ എന്തുകൊണ്ട് ഇത്രയും എടുത്തു പറഞ്ഞു എന്ന് വെച്ചാൽ, ഞാൻ ഇട്ടിരിക്കുന്ന ഷർട്ട് ഇവിടുത്തെയാണ്. കാരണം അത്രയും ഒരു ഫിറ്റ്നസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, അത്രയും ഒരു കംഫർട്ടബിൾ ആണ് ഈ ഷർട്ട് ഇട്ടിട്ടാകുമ്പോൾ. അതുകൊണ്ട് തന്നെ ടൗൺ ടോക്കിന്റെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. ഇനിയും ഒരുപാട് പുതിയ പരിചയപ്പെടലുകളുമായി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വരും. നന്ദി, നമസ്കാരം.